അധ്യായം 7. മടങ്ങിവരിക, ശൂലേംകാരത്തി, മടങ്ങിവരിക. ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. മടങ്ങിവരിക, മടങ്ങിവരിക. നിങ്ങൾ മഹാനയീമിലെ ശൂലേംകാരത്തിയെ കാണുവാൻ ആഗ്രഹിക്കുന്നതെന്തിന്? പ്രഭുകുമാരി, ചെരിപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം! നിന്റെ ഉരുണ്ട നിതംബം തട്ടാന്റെ പണിയായ ഭൂഷണം പോലെയിരിക്കുന്നു. നിന്റെ നാഭി വട്ടത്തിലുള്ള പാനപാത്രം പോലെയാകുന്നു. അതിൽ കലക്കിയ വീഞ്ഞില്ലാതിരിക്കുന്നില്ല. നിന്റെ ഉദരം താമരപ്പൂ ചുറ്റിയിരിക്കുന്ന കോതമ്പ് കൂമ്പാരം പോലെയാകുന്നു. നിന്റെ സ്തനം രണ്ടും ഇരട്ട പിറന്ന 2 മാൻകുട്ടികൾക്ക് സമം. നിന്റെ കഴുത്ത് ദന്തഗോപുരം പോലെയും നിന്റെ കണ്ണു എസ്ബോനിൽ ബാത്റെബീം വാതിൽക്കലെ കുളങ്ങളെപ്പോലെയും നിന്റെ മൂക്ക് ദമേശക്കിന് നേരെയുള്ള ലെബനോൻ ഗോപുരം പോലെയും ഇരിക്കുന്നു. നിന്റെ ശിരസ് കർമ്മേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നു. രാജാവ് നിന്റെ കുന്തളങ്ങളാൽ ബദ്ധനായിരിക്കുന്നു. പ്രിയേ, പ്രേമഭോഗങ്ങളിൽ നീ എത്ര സുന്ദരി, എത്ര മനോഹര! നിന്റെ ശരീരാകൃതി പനയോടും നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കുലയോടും ഒക്കുന്നു. ഞാൻ പനമേൽ കയറും, അതിന്റെ മടൽ പിടിക്കുമെന്നു ഞാൻ പറഞ്ഞു. നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കുല പോലെയും നിന്റെ മൂക്കിന്റെ വാസന നാരങ്ങയുടെ വാസന പോലെയുമാകട്ടെ. നിന്റെ അണ്ണാക്കോ മേത്തരമായ വീഞ്ഞും. അതോ എന്റെ പ്രിയനും മൃദുപാനമായി അധരത്തിലും പല്ലിലും കൂടി കിടക്കുന്നതുമാകുന്നു. ഞാൻ എന്റെ പ്രിയനുള്ളവൾ, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു. പ്രിയ, വരിക, നാം വെളിമ്പ്രദേശത്ത് പോകാം. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്തു പൂവിടരുകയും മാതളനാരകം പൂക്കയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. ദൂതാപ്പഴം സുഗന്ധം വീശും. നമ്മുടെ വാതിൽക്കൽ സകലവിധ വിശിഷ്ട ഫലവുമുണ്ട്. എന്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു.